എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് AC ഉള്ള ഇപ്പം നമ്മളിങ്ങനെയുള്ളൊരു ക്ലോസ്ഡ് റൂം അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടുള്ള റൂമിൽ നിൽക്കുന്നത് ഇമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ലങ്സിനെയും അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. പ്രത്യേകിച്ചും രാത്രിയൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ചൂട് കാലമായി കഴിഞ്ഞാൽ AC ഓണാക്കി കിടന്നുറങ്ങാറാണ്. അതിൽ എയർ കണ്ടീഷനിങ്ങിന് ആസ് സച്ച് വലിയ പ്രശ്നമൊന്നുമില്ല പറയാനായിട്ട്. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എയർ കണ്ടീഷണർ ആണെങ്കിൽ അത് ഒരുപാട് സാധനങ്ങൾ ഫിൽട്ടർ ഔട്ട് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തെ എയർ ക്വാളിറ്റിയേക്കാളും ബെറ്റർ ആയിരിക്കണം ഇൻറ്റീരിയറിലെ എയർ ക്വാളിറ്റി. ശരിക്കും ഫങ്ഷൻ ചെയ്യാത്തൊരു ഫിൽറ്ററോ ശരിക്കും ഓപ്റ്റിമലായിട്ട് വർക്ക് ചെയ്യാത്തൊരു എയർ കണ്ടീഷണറോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇതിനൊക്കെ ഒരു റിസർവോയറും അത് വരുന്ന എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എയറിൽ വേറെ പത്തജൻസൊക്കെ ഉള്ളിൽ വളരാനൊക്കെ ഉള്ളൊരു സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഈവൻ എയർ കണ്ടീഷനിങ്ങിനേക്കാളും കഷ്ടമാണ് നമ്മളുടെ കൂളേഴ്സ് ഇല്ലേ. അത് കൂളേഴ്സിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂളൻ്റാണ് സോഴ്സ് എയർ കണ്ടീഷനിങ്ങിൽ, മറ്റേതിൻ്റെ അകത്ത് വാട്ടറാണ് അതിൻ്റെ സോഴ്സ്. അപ്പോൾ ഈ വാട്ടറിൽ ചില സമയത്ത് നമുക്ക് ലങ്സിന് അസുഖം ഉണ്ടാക്കുന്ന പത്തജൻസ് പെരുകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസിൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എയർ കണ്ടീഷനിങ്ങിന് അത്രയും പ്രശ്നങ്ങൾ വരാറില്ല. ആകെയുള്ളതെന്ന് വെച്ചാൽ അത് പ്രോപ്പർ കണ്ടീഷനിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ മെയിനായിട്ടുള്ളത് ശ്വാസം മുട്ടുള്ളവരൊക്കെയാണ് ഈ പറയുക. അപ്പോൾ അത് ഈ തണുത്ത കാറ്റ് മുഖത്തോട്ട് അടിക്കുന്ന രീതിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് നമുക്ക് ഭയങ്കരമായിട്ട് കൺജഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കും. എയർ ഫ്ലോ ആണ് അതിൻ്റെ അകത്ത് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ ടെമ്പറേച്ചർ ഒരു ഓപ്റ്റിമലായിട്ട് സെറ്റ് ചെയ്യുക. 17-18 ഡിഗ്രിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും പ്രോബ്ലം. പക്ഷേ മേ ബി ഒരു നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചറിലേക്ക് സെറ്റ് ചെയ്താൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ AC വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു റൂമിൽ കംപ്ലീറ്റ് ആയിട്ട് അടച്ചുപൂട്ടി ഫാൻ മാത്രം ഇട്ട് കിടന്നാലും പ്രോബ്ലം കൂടുകയുള്ളൂ. ബിക്കോസ് അപ്പോൾ വെന്റിലേഷൻ ഇല്ല, എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് വരുമ്പോൾ അപ്പോൾ ഇൻറ്റീരിയർ എയർ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമാവും. അപ്പോൾ അതിലും ഭേദം എയർ കണ്ടീഷണറാണ് ശരിക്കും പറഞ്ഞാൽ. ക്ലീനിങ്ങിൻ്റെ പ്രൊസീജിയറിൻ്റെ കാര്യം പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഈ ബ്രോങ്കോസ്കോപ്പിനെയാണ് ക്ലീനിങ് പ്രൊസീജിയർ എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ അത് ക്ലീനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രോങ്കോസ്കോപ്പി ഒരു രീതിയാണ്. ഒരു സ്കോപ്പ് നമ്മൾ ലങ്സിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെക്കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യാം. യൂഷ്വലി നമ്മൾ ഈ ക്ലീനിങ് എന്ന് പറയുന്ന പർപ്പസിന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ കഫക്കെട്ട് ഉണ്ടാകുമ്പോഴോ. അപ്പോൾ കഫക്കെട്ട് അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ ഉള്ള ആൾ വെന്റിലേറ്ററിൽ കിടക്കണു, ആളായിട്ട് അതൊന്നും കോഫ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള കുറച്ച് കഫമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടിയിട്ട് കഫം ക്ലിയർ ഔട്ട് ചെയ്യാനൊരു എളുപ്പമുണ്ടാവും. എന്തെങ്കിലും മ്യൂക്കസ് ഒക്കെ കഫമൊക്കെ പ്ലഗ്ഗായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലഗ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യും, അതേപോലെ ഈ കഫക്കെട്ടൊക്കെ ഇംപ്രൂവ് ചെയ്യും. പിന്നെ മെയിനായിട്ട് അതൊരു ബയോപ്സി ചെയ്യാനായിട്ട് നമ്മൾ ഇതേ ബ്രോങ്കോസ്കോപ്പ് തന്നെ യൂസ് ചെയ്യും. ടെൻറ്റിങ്, ഇപ്പോൾ നമുക്ക് ഇടയിൽ നടുവിലുള്ള വലിയ വലിയ എയർവേസ് ഇങ്ങനെ കൊളാപ്സ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു സ്റ്റെൻറ്റ്, ഹാർട്ടിൻ്റെ സ്റ്റെൻറ്റൊക്കെ ഇടുന്ന പോലെ തന്നെയുള്ള സ്റ്റെൻറ്റൊക്കെ ഇട്ട് വെക്കാൻ യൂസ് ചെയ്യും. അങ്ങനെ പല പല യൂസസിന് വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യും. പക്ഷേ ലങ്ങിൻ്റെ ഉള്ളിൽ പോയി ഒരു ലങ് മൊത്തം കഴുകുന്ന ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഈ പറയുന്ന പൾമണറി ആൽവിയോളർ പ്രോട്ടീനോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് നിറയെ ഈ ലങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കുഴലുകളുടെ ഉള്ളിൽ നിറയെ തിങ്ങണത്. അപ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസരത്തിൽ മാത്രമാണ് ഈ ലങ് മൊത്തത്തിൽ നമ്മൾ എല്ലാ ലോബും പോയിട്ട് ഫുൾ വാഷ് ഔട്ട് ചെയ്തെടുത്ത് കളയാം. അപ്പോഴും വാഷിങ് ആകെ കുഴലുകളിൽ മാത്രമേ നടക്കുള്ളൂ. ലങ്സിൻ്റെ ആ സ്പോഞ്ച് പോലെയുള്ള പാരൻകൈമയുടെ ഉള്ളിലോട്ടൊന്നും നമുക്ക് അങ്ങനെ എത്തിച്ച് കംപ്ലീറ്റ് വാഷ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഈ പറയുന്ന സിഗരറ്റിൻ്റെ സ്മോക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് നമ്മുടെ ആൽവിയോളായി അങ്ങനെയുള്ള സ്ഥലത്താണ്. അവിടെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്കതിനെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാഷ് ഔട്ട് ചെയ്ത് പോന്നു, കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും കവന്നറിയും, പിന്നെയും ഇതൊക്കെ തന്നെ അതിൻ്റെ അകത്ത് നിറയും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാഷിങ്ങിൻ്റെ പ്രൊസീജിയർ എന്ന് അതിനെ പറയാൻ പറ്റില്ല. ബ്രോങ്കിയൽ വാഷ് എന്ന് പറയും, പക്ഷേ അത് ഇന്ന പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുക. ഹരിത ഉദ്ദേശിച്ച് സ്മോക്കിംഗ് ഞാൻ എത്ര വർഷം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പോയിന്ന് നടക്കില്ല. സ്മോക്കിങ്ങിൻ്റെ എഫക്റ്റിന് ഇത് ഇഫക്റ്റീവ് അല്ല. ഈ ഷാരൂഖ് ഖാന്റെ കേസ് വന്നപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചു അങ്ങനെ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എന്തെങ്കിലും കാരണവശാൽ. മൂപ്പര് നല്ല ക്രോണിക് സ്മോക്കറാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലേ. എന്തെങ്കിലും ഇതുപോലെ ലങ്സിൽ കണ്ടപ്പോൾ സംശയം വന്നപ്പോൾ ഒരു ബയോപ്സി എടുക്കാനോ അല്ലെങ്കിൽ ഒരു വാഷ് എടുത്തിട്ട് സെൻഡ് ചെയ്യാനോ മറ്റോ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ലങ്സ് വാഷ് ചെയ്ത് പുതുക്കുന്നൊരു എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ ആളുകൾ അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ അഡ്വർടൈസ്മെന്റിൽ പല റോങ് ഇൻഫർമേഷൻസ് അയക്കുന്ന കുറച്ച് പേര് നമ്മൾ ചോദ്യം ചെയ്യും, സൂ ചെയ്യും. പല ഈ അഡ്വർടൈസ്മെന്റ് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അവരെന്താ പറയുക, ഇറ്റ്സ് എ പ്രൊമോഷൻ, എല്ലാം ബിസിനസ്സാണ്. അതിലേക്ക് അത് കണ്ട് ആൾക്കാർ നേരത്തോളം എല്ലാം സെലിബ്രിറ്റി പറയുമ്പോൾ അവർ വിചാരിക്കും ദേവെന്തോ പറഞ്ഞാൽ പറ്റാതെ. അവർക്ക് സെലിബ്രിറ്റിക്ക് പൈസ കിട്ടുന്നു, അയാളെ കൊണ്ട് എന്താ പറയിപ്പിക്കുന്നു എല്ലാം പറയിപ്പിക്കും, അത്രേ ഉള്ളൂ. സോ അതിൽ ഇറ്റ് ഈസ് വലിയ ഗവനിക്കേണ്ട, ഡോണ്ട് ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്.